നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ജെൻഡർ എന്ന ഭാഗത്തെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഫെമിനിസം എന്ന പാഠഭാഗമാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ സമത്വവാദം, അതായത് സ്ത്രീകളുടെ തുല്യ അവകാശവും നിയമപരിരക്ഷയും ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ വ്യവഹാരമാണ് സ്ത്രീപക്ഷവാദം അഥവാ സ്ത്രീവാദം എന്ന് പറയുന്നത്. നമ്മൾ മുൻ ബ്ലോക്കുകളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ ഇരുപതാം നൂറ്റാണ്ടിലെ സാമൂഹ്യ ശാസ്ത്ര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിൽ ഒന്നായിരുന്നു ലിംഗഭേദത്തെ കുറിച്ചുള്ള പഠനം അഥവാ ജെൻഡർ സ്റ്റഡീസ്. ഒരു ലിംഗപ്രതിഭാസത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ പഠിക്കേണ്ടത് നിർണായകമായ ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ബ്ലോക്കിലൂടെ നിങ്ങൾക്ക് ലിംഗഭേദത്തോടുള്ള വ്യത്യസ്തമായ സമീപനം നേടാൻ സഹായിക്കുന്ന ലിംഗ സിദ്ധാന്തങ്ങളുടെ സമൂലമായ മാനങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെമിനിസ്റ്റ് സോഷ്യോളജിക്കൽ തിയറിയാണ്. ഇത് 1970-കളിൽ ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഗണ്യമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അതുപോലെ തന്നെ മാനുഷിക സാമൂഹിക അനുഭവത്തിന്റെ എല്ലാ വശങ്ങളെയും പരിഷ്കരിക്കുന്നതിലും സ്വാധീനിക്കുന്നതിലും ലിംഗഭേദത്തിന്റെ സുപ്രധാന പങ്കിനെ കേന്ദ്രീകരിച്ചു. ഇത് ഫെമിനിസ്റ്റ് റാഡിക്കലിസത്തിന് തുടക്കം കുറിച്ചു. ഫെമിനിസ്റ്റ് ചിന്തകനും നിയമപണ്ഡിതനുമായ കാതറിൻ മക്കിനന്റെ കൃതികളിൽ പറയുന്നത് സാമൂഹിക ജീവിതത്തിൽ ലിംഗഭേദം വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു എന്നും അതിലൊന്നാമതായി, അതായത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മൈക്രോ തലത്തിൽ നോക്കിയാൽ മനുഷ്യരുടെ വ്യക്തിപരവും സാമൂഹികവുമായ ബന്ധങ്ങളിലും, രണ്ടാമതായി മാക്രോ തലത്തിൽ നോക്കുമ്പോൾ അത് സാമൂഹിക സ്ഥാപനങ്ങളുടെ ക്രമത്തിലുമാണെന്നാണ്. ഈ ധാരണകൾ തീർച്ചയായും ലിംഗഭേദത്തെ കുറിച്ചുള്ള സ്റ്റീരിയോടൈപ്പ് ദർശനങ്ങളെ പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ ഫെമിനിസ്റ്റ് സോഷ്യോളജിക്കൽ സിദ്ധാന്തം മൈക്രോ ലെവൽ, മാക്രോ ലെവൽ എന്ന ഈ ഗ്യാപ്പ് നികത്തുകയും അത് സമൂഹത്തിലെ ആൻഡ്രോസെൻട്രിക്, അതായത് പുരുഷ കേന്ദ്രീകൃത പക്ഷപാതത്തെ ശക്തമായിട്ട് വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിബറൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും നഗര വ്യവസായത്തിന്റെയും പശ്ചാത്തലം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പാശ്ചാത്യ ലോകത്ത് ഫെമിനിസത്തിന്റെ ആദ്യ തരംഗത്തിന് കാരണമായി. ഈ തരംഗം പ്രധാനമായും വോട്ടവകാശത്തിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്നതിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. ഇത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശക്തിക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. സമൂഹത്തിൽ സ്ത്രീകൾ വഹിക്കുന്ന റോളുകളും സ്ത്രീകൾ അനുഭവിക്കുന്ന നിരന്തരമായ പോരാട്ടങ്ങളുമാണ് ഫെമിനിസ്റ്റ് ചിന്തയിൽ ഉൾക്കൊള്ളുന്നത്. സ്ത്രീകളുടെ സാമ്പത്തികം, ലൈംഗികത, പ്രത്യുൽപാദനം, സ്വത്ത്, വോട്ടവകാശം എന്നിവ ഉൾപ്പെടുന്ന അവകാശങ്ങൾ സമൂഹത്തെക്കുറിച്ചുള്ള ഫെമിനിസ്റ്റ് ചിന്താരീതിയുടെ പ്രാഥമിക വശങ്ങളാണ്. ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തിന്റെ വൈവിധ്യം ഉണ്ടായിരുന്നിട്ടും നിരവധി അടിസ്ഥാന തത്വങ്ങൾ ഇപ്പോഴും സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ ഡെനിസ് റൈലി 3 പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി പറയുന്നത് എല്ലാ സമൂഹത്തിന്റെയും സംഘടനാ അടിസ്ഥാനം എന്നത് ലിംഗഭേദമാണ്. അതൊരു സാമൂഹിക നിർമ്മാണമാണ് എന്നതാണ് ആദ്യമായിട്ട് റൈലി പറയുന്നത്. രണ്ടാമതായി പറയുന്നത് അസമത്വത്തിന്റെ രാഷ്ട്രീയം ലിംഗ സിദ്ധാന്തത്തിന്റെ അനിവാര്യ ഘടകമാണ് എന്നതാണ്. ഇവിടെ തന്നെ മറ്റൊരു ഫെമിനിസ്റ്റ് ജാനറ്റ് സോൾഡ്മാൻ ഷാഫെ പറയുന്നത് എന്താന്ന് വെച്ചാല് സ്ത്രീകളും പുരുഷന്മാരും ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ. ഫെമിനിസം എന്നത് എന്താണ്? ലിംഗഭേദം, രാഷ്ട്രീയം, അധികാരം, അക്രമം, തൊഴിൽ വിഭജനം തുടങ്ങിയ സാമൂഹിക പ്രസ്ഥാനങ്ങളുമായും പ്രതിഷേധങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ആശയങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ലിംഗഭേദം എങ്ങനെയാണ്, ജെൻഡർ എങ്ങനെയാണ്? ലിംഗഭേദം മറികടക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത പ്രതികരണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഫെമിനിസ്റ്റ് ചിന്തകർ അഭിപ്രായപ്പെടുന്നു. ഉദാഹരണത്തിന്, പരാധീനതകളും വികാരങ്ങളും കാണിക്കുന്ന പുരുഷന്മാർ ദുർബലരാണെന്ന് കളങ്കപ്പെടുത്തുകയും സ്ത്രീ സ്വഭാവ വിശേഷണങ്ങൾ ഉള്ളതായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. അതായത് ഇവിടെ എന്താണ്
പൊതുവെ പുരുഷന്മാര് കുലീനമായിട്ട് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ പരാധീനതകളൊക്കെ വളരെ ദുർബലമായിട്ട് കാണിക്കുന്ന തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള പുരുഷന്മാരെ എന്താണ് കണക്കാക്കപ്പെടുന്നത്? അവര് വെറും ഒരു ദുർബലരായിട്ടുള്ള അവരെ ഒരു സ്ത്രീ സ്വഭാവമുള്ളവരായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. മറുവശത്താണെങ്കിൽ സ്ഥിരോത്സാഹമോ അല്ലെങ്കിൽ ശാഠ്യമോ പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെ പുരുഷലിംഗമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സ്ത്രീ വളരെ ബോൾഡായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ അത്തരം ശാഠ്യങ്ങളൊക്കെ പിടിച്ചു പറയുന്നു. അത്തരം ഒരു സ്ത്രീകളെ കാണുമ്പോൾ അവരെന്താണ് കരുതുന്നതെന്ന് വെച്ചാല് അവരെ പുരുഷലിംഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പരസ്പര ആശ്രിതത്വം കാരണം ലിംഗം പഠിക്കുമ്പോൾ ലിംഗഭേദം, ലൈംഗികതയിൽ നിന്നുള്ള വ്യത്യസ്തത, പുരുഷ സ്ത്രീ സ്വത്വങ്ങൾ എന്നിവ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം വേറിട്ട് പഠിക്കണം എന്നാണ് ലിംഗഭേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സംസ്കാരങ്ങളിൽ ഉടനീളമുള്ള പുരുഷത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും വ്യത്യസ്ത നിർവചനങ്ങളാണ്. ഈ ഐഡന്റിറ്റികൾ എങ്ങനെ സാമൂഹികമായി രൂപപ്പെടുകയും നേടിയെടുക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ജെൻഡർ എന്നതുകൊണ്ട് നമ്മൾ, അതായത് ഈ ഒരു ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. സ്ത്രീകളുടെ പ്രാതിനിധ്യം തീരെ കുറവല്ലാത്തതും എന്നാൽ അപൂർവമായി മാത്രം കാണുന്നതുമായ ഒരു മേഖലയാണ് രാഷ്ട്രീയം. പല രാജ്യങ്ങളിലും അവർ തങ്ങളുടെ പങ്കാളിത്ത നിരക്ക് ഉയർത്തുന്നതായി തോന്നുമെങ്കിലും രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് ഇപ്പോഴും പ്രാതിനിധ്യം കുറവാണ്. എന്നിരുന്നാലും അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ പോലും സ്ഥാനമാനങ്ങളും അധികാരവും കുറവുള്ള താഴ്ന്ന റാങ്കിലുള്ള ജോലികളാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ നിയമനിർമ്മാണ സഭകളിലെയും അതുപോലെ ക്യാബിനറ്റ് സ്ഥാപനങ്ങളിലെയും സ്ത്രീകളുടെ അനുപാതം തമ്മിൽ കാര്യമായ ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന പഠനങ്ങളൊക്കെ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മറ്റു തൊഴിലാളികളെക്കാളും സ്ത്രീകളെ പലപ്പോഴും ശ്രേണിയുടെ താഴേക്കിടയിലേക്കായാണ് കാണപ്പെടുന്നത്. അതുപോലെ രാഷ്ട്രീയ ഓഫീസുകളിൽ സ്ത്രീകൾക്കെതിരായ വിവേചനം, സാഹചര്യപരമായ പരിമിതികള്, ഘടനാപരമായ തടസ്സങ്ങള്, ലിംഗഭേദം, സാമൂഹികവൽക്കരണം എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലിന്റെ ഫലമാണെന്ന് ഇത്തരമൊരു പ്രവണതയ്ക്ക് കാരണമെന്നാണ് ഫെമിനിസ്റ്റുകളായ പീറ്റേഴ്സണും റയോൺസും അവകാശപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് സൈനികം, അതായത് മിലിറ്ററിയിൽ എങ്ങനെയാണ് ലിംഗവിവേചനം എന്നുള്ളതാണ് നോക്കുന്നത്. അധികാരത്തിന്റെ പരമ്പരാഗത നിർവചനങ്ങൾ അധികാരം കൈവശപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്തുന്നതിനുമുള്ള പ്രത്യേക വിഭവങ്ങളുടെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നതാണ് മിലിറ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പുരുഷന്മാർ കൂടുതലുള്ള ഒരു സമൂഹത്തിൽ അതിനർത്ഥം ശക്തരായിരിക്കുക എന്നതാണ്. സൈനിക നടപടി പോലുള്ള ആക്രമണാത്മകമായ പ്രവർത്തനങ്ങൾ അവയിൽ ഏർപ്പെടുന്ന വ്യക്തി നിരീക്ഷകർക്ക് ശക്തനാണെന്ന ധാരണയാണ് നൽകുന്നത്. US സൈന്യത്തില് നിലവിൽ ലിംഗപരമായ തൊഴിൽ വിഭജനം നടക്കുന്നുണ്ട്. അതായത് സ്ത്രീകളെ മുൻനിരയിൽ സേവിക്കാൻ അനുവാദമില്ല, പകരം സഹായ സ്ഥാപനങ്ങളിലൊക്കെയാണ് അവരെ പിന്തുണയ്ക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ ലിംഗപരമായിട്ടുള്ള തൊഴിൽ വിഭജനത്തിന്റെ ന്യായീകരണങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാന്ന് വെച്ചാല് സ്ത്രീകളെ പലപ്പോഴും ജീവൻ നൽകുന്നവർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ജീവൻ നൽകുന്നവർ എന്ന് പറയുന്നത് അവര് സ്ത്രീകളെ പൊതുവായിട്ട് നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിലും അല്ലാതെയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടുവന്നതാണ്. സ്ത്രീകളെ ഒരു നമ്മളെ ഒരു പുതിയൊരു തലമുറയെ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കെയറിങ് ഉള്ള അല്ലെങ്കിൽ പരിപാലന ശക്തിയുള്ള നന്മയുള്ള അത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ആളാണ് സ്ത്രീ എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ നൽകുന്നവൻ അവർ ഒരിക്കലും ഒരു അക്രമാസക്തി ആയിരിക്കില്ല. അപ്പം സ്വാഭാവികമായിട്ടും മിലിറ്ററി എന്ന ആ ഒരു സംഘടനകളിലൊക്കെ സ്ത്രീകളെ കൂടുതലായിട്ടും മുൻനിരയിൽ നിർത്താനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. അവരെ സഹായ സ്ഥാപനങ്ങളിലൊക്കെ ആയിരുന്നു നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരെ ജീവൻ എടുക്കുന്നവരായിട്ട് സങ്കല്പിക്കാൻ പ്രയാസമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വീക്ഷണം അനുസരിച്ച് സ്ത്രീകൾ സ്വതവേ അക്രമകാരികളല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി സൈന്യത്തിലെ ലിംഗപരമായിട്ടുള്ള തൊഴിൽ വിഭജനത്തിനുള്ള മറ്റൊരു വാദം എന്തെന്ന് വെച്ചാല് യുദ്ധകളങ്ങളിലൊക്കെ സ്ത്രീകളാൽ പുരുഷന്മാർക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞ് വിജയത്തിൽ നിന്നും
ലൈംഗിക അധിനിവേശത്തിലേക്ക് ആയി അവരുടെ ശ്രദ്ധ പോകും എന്നുള്ളതാണ്. പൊതുവെ യുദ്ധകളത്തിൽ സ്ത്രീകളെ എന്ത് ചെയ്യുന്നില്ല, ഇറക്കാറില്ല. കാരണം സ്ത്രീകൾ ഇങ്ങനെ യുദ്ധകളത്തിൽ ഇറങ്ങുമ്പോൾ പുരുഷന്മാർക്ക് അവരുടെ ശ്രദ്ധ വിട്ട് ഒരു ലൈംഗിക അധിനിവേശത്തിലേക്ക് പോകുമെന്നതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പൊ ഈ യുക്തി അടിസ്ഥാനപരമായി സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാല് പുരുഷന്മാരാണ് പ്രശ്നമുള്ളത്, യുദ്ധത്തിന് ഊന്നൽ നൽകാത്തത്, ആത്യന്തികമായി അവരുടെ അധികാരം എടുത്തു കളഞ്ഞ് സ്ത്രീകളെ ദ്രോഹിക്കുന്നത് എന്നാണ്. അപ്പൊ പുരുഷന്മാര് കാരണമാണ് സ്ത്രീകളെ ഇത്തരം ഒരു മേഖലയിലൊന്നും കൊണ്ടുവരാത്തത് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യുദ്ധക്കളത്തിലും പുറത്തും സ്ത്രീകളെ സംരക്ഷിക്കാൻ പുരുഷന്മാർ നിർബന്ധിതരാകുന്നു. ഇത് ഈ തൊഴിൽ വിഭജനത്തിന് അനുകൂലമായ മൂന്നാമത്തെ വാദമായിട്ട് ആണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്തത് വരുന്നത് തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ എന്തെന്നുള്ളതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികളെ പ്രസവിക്കാനുള്ള കഴിവിലെ വ്യത്യാസം ജൈവപരമായി സമൂഹത്തിലെ ലിംഗപരമായ തൊഴിൽ വിഭജനത്തിന് അടിവരയിടുന്നു എന്നുള്ളതാണ്. അതായത് രണ്ടുപേർക്കും എന്താണ് കുട്ടികളെ പ്രസവിക്കാനുള്ള കഴിവിലെ വ്യത്യാസം ജൈവശാസ്ത്രപരമായിട്ട് ഉണ്ട്. പുരുഷന്മാർക്ക് ഒരിക്കലും ഒരു ജനിപ്പിക്കാനായിട്ട് സാധിക്കില്ല, അതായത് പ്രസവിക്കാനായിട്ട് സാധിക്കില്ല. അത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോ ഇതൊക്കെ എന്താണ് ലിംഗപരമായിട്ടുള്ള ഒരു വിഭജനത്തിന് അടിവരയിടുന്നു എന്നതാണ് പറയുന്നത്. മിക്ക കമ്മ്യൂണിറ്റികളിലും കുട്ടികളെ പ്രസവിക്കാനും അതുപോലെ ശിശു സംരക്ഷണത്തിന്റെ പ്രധാന പങ്ക് നൽകാനും കൂടുതൽ സാധ്യതയുള്ളതിനാൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ കരുതലുള്ളവരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മറുവശത്താണെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദാതാക്കൾ ആയാണ് വീക്ഷിക്കപ്പെടുന്നത്, അതായത് ഡോണേഴ്സ്. സ്ത്രീകൾ എന്താണ് കുട്ടികളെ പരിപാലിക്കുക, അവരെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എങ്കിൽ മറുവശത്ത് പുരുഷന്മാരെ എന്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അവരുടെ ദാതാക്കൾ ഡോണേഴ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉൽപാദനപരമായ അധ്വാനം ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നവർ മാത്രമായിട്ടാണ് ഇവരെ കണക്കാക്കപ്പെടുന്നത്. ചരിത്രപരമായി നവജാത ശിശുക്കൾക്ക്, അതായത് മുലയൂട്ടൽ വഴി പോഷകാഹാരത്തിന്റെ പ്രധാന സ്രോതസ് സ്ത്രീകളാണെന്നിരിക്കെ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ശിശു സംരക്ഷണ ഉത്തരവാദിത്വങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകൾ ഏറ്റെടുത്തതിൽ അതിശയിക്കാനില്ല. അതായത് സ്ത്രീകൾ പൊതുവെ കുട്ടികളെ, അതായത് ശിശു സംരക്ഷണത്തിനൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന, അവരാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായവരെന്ന തലത്തിൽ നിൽക്കുമ്പോൾ ഒരു ഭൂരിഭാഗം സ്ത്രീകളെയും ആ ഒരു സംരക്ഷണ മേഖലയിൽ ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് ഒരു സംശയവുമില്ല, അതിശയിക്കാനുമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകള് അല്ലെങ്കിൽ ഡയറ്റീഷ്യന്മാര് തുടങ്ങിയവരൊക്കെ ഉണ്ട്. അതായത് നിലവിൽ നഴ്സിംഗ് ഇവരെയൊക്കെ ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് ശിശു സംരക്ഷണത്തിനൊക്കെ മാതാപിതാക്കളെ കൂടാതെ തന്നെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്, അതേപോലെ ഡയറ്റീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ശുപാർശ ചെയ്യുന്നുണ്ട് എങ്കിലും ഭാവിയിലെ ലിംഗപരമായിട്ടുള്ള തൊഴിൽ വിഭജനം ഇനിയും നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത്തരം ഒരു കുട്ടികളെ സംരക്ഷിക്കുക സ്ത്രീകളുടെ ജോലി മാത്രമാണ് എന്ന് പറയുന്നതിൽ ഒരു കണക്കില്ല. കാരണം നമുക്കിപ്പം നിലവിൽ നേഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റീഷ്യന്മാര്, അതുപോലെ തന്നെ ശിശു വിദഗ്ധര്, ഇവരൊക്കെ ഉണ്ടെങ്കിലും എന്നാലും തൊഴിൽ വിഭജനത്തിൽ ഇപ്പോഴും ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള ആ ഒരു അടിസ്ഥാനപരമായ കാരണം കൊണ്ട് വിഭജനം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ റിലീജിയൻ, മതത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ലിംഗവിഭജനം എന്നത് കാലങ്ങളായിട്ട് സ്ത്രീകളുടെ ലിംഗവിവേചനത്തിൽ മതം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തെ സാധാരണയായി ഒരു പുരുഷനായിട്ട് ചിത്രീകരിക്കുകയും മിക്ക മതങ്ങളിലും പിതാവ് എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു, പ്രത്യേകിച്ച് ഏകദൈവ വിശ്വാസമുള്ളവർ. അതായത് മനുഷ്യരുടെ ആധിപത്യത്തെ സൂചിപ്പിക്കുന്ന ബൈബിളിലെ സൃഷ്ടി പുരാണത്തിലെ ആദാമിന്റെ ശരീരത്തിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അവൾ പ്രലോഭനങ്ങളിൽ അകപ്പെടുകയും പാപം ചെയ്യാൻ ആദാമിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിനാൽ ആദി പാപത്തിന് ഹവ്വ പലപ്പോഴും ഉത്തരവാദിയാകുന്നു എന്നതാണ്. ഒരു മതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ഒരു ദൈവത്തിന്റെ ആ ഒരു പ്രസൻസിനെ നമ്മൾ ഒരു വേർഡ് പിതാവ്
അതായത് ഏകദൈവ വിശ്വാസമുള്ള ഏതൊരു മതമായിക്കോട്ടെ അവിടെയൊക്കെ പിതാവ് അല്ലെങ്കിൽ പുത്രൻ തുടങ്ങിയ പുരുഷലിംഗപരമായിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ആദാമിന്റെ വാരിയലിൽ നിന്നുമാണ് ഹവ്വയെ സൃഷ്ടിച്ചത് എന്നും അവിടെ തന്നെ ഹവ്വയെ അല്ലെങ്കിൽ ആ സ്ത്രീനെ ഒരു ആദ്യമായി പാപം ചെയ്ത സ്ത്രീ എന്നുമാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മോശ അല്ലെങ്കിൽ മുഹമ്മദ് തുടങ്ങിയവരുൾപ്പെടെ ക്രിസ്തു മതത്തിന്റെയും യഹൂദ മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും പ്രവാചകന്മാരിൽ വലിയൊരു വിഭാഗവും എന്താണ്? പുരുഷന്മാർ തന്നെയാണ്. ഇനി മത നേതാക്കളില് പുരുഷന്മാർക്ക് മുൻതൂക്കം കൂടുതലാണ്. റോമൻ കത്തോലിക്ക മതം പോലെയുള്ള ചില മതങ്ങൾ സ്ത്രീകളെ പുരോഹിതരാക്കുന്നതിൽ നിന്നും വിലക്കുന്നു. മതത്തിന്റെ ആദർശങ്ങളും ഘടനകളും ലോകമെമ്പാടുമുള്ള പുരുഷാധിപത്യ സമൂഹങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ചില മതങ്ങൾ, അത്തരം ഏകീകൃത സാർവത്രികവാദികൾ പുരുഷാധിപത്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ പല മതങ്ങളും ഇപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നുള്ളതാണ്. അതായത് പിന്നെ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് ഈ ഒരു സുവിശേഷത്തില്, ബൈബിളിൽ ഒരു സുവിശേഷത്തിൽ പറയുന്നു, ക്രിസ്തു മതം അനുസരിച്ച് ഒരു മകളേക്കാൾ ദൈവം മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഒരു പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അവിടെയും എന്താണ്? ഒരു പുരുഷ ഒരു ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും അവിടെ ഒരു പെൺകുട്ടി, ഒരു മകളെ അയച്ചു എന്നതിന് പകരം ഒരു പുത്രനെ അയച്ചു എന്നതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം റിലീജിയനിലും ലിംഗഭേദം എന്നത് ഒരു വലിയ വിനയായി തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഫെമിനിസം ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്, ഫെമിനിസവും അതിന്റെ ശാഖകളും എന്താണെന്ന് നോക്കാം. 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മേരി വൂൾസ്റ്റൺ ക്രാഫ്റ്റിന്റെ എ വിൻഡിക്കേഷൻ ഓഫ് വുമൺ എന്ന പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് ഫെമിനിസം ഒരു സൈദ്ധാന്തിക അടിത്തറ നേടിയത്. ഫെമിനിസ്റ്റ് സങ്കല്പങ്ങൾ അതത് സാമൂഹിക വ്യവസ്ഥിതിയുടെയും സംസ്കാരത്തിന്റെയും ആവശ്യങ്ങൾ അനുസരിച്ച് അവയുടെ രൂപവും തരങ്ങളും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിംഗവിവേചനവും പുരുഷാധിപത്യവും അവസാനിപ്പിക്കുമെന്ന് ഫെമിനിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഫെമിനിസ്റ്റ് പ്രസ്ഥാനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വൈവിധ്യപൂർണവുമായതിനാൽ എല്ലാ ലിംഗ അസമത്വങ്ങൾക്കും ഒരു പരിഹാരം എന്നത് അസാധ്യവുമാണ്. ഇനി അതിന്റെ കൂടെ ഒരു ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അമേരിക്കൻ ഫെമിനിസത്തിന്റെ ജന്മസ്ഥലം എന്നത് സെനേക്ക ഫോൾസ് കൺവെൻഷൻ ആണ്. അതുപോലെ 1848 ജൂലൈ 19, 20 തീയതികളിൽ ന്യൂയോർക്കിലെ സെനേക്ക വെള്ളച്ചാട്ടത്തിലെ വെസ്ലിയൻ ചാപ്പലിൽ വെച്ചായിരുന്നു ഇത് നടത്തിയിരുന്നത്. 1848 നടന്ന ആദ്യത്തെ ഔപചാരിക വനിതാ അവകാശ കൺവെൻഷനിൽ നിന്നാണ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ തരംഗം ഉയർന്നു വന്നത്. മറ്റ് വിവിധ നവീകരണ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ കൂട്ടായ പ്രവർത്തനമാണ് ആദ്യ തരംഗ ഫെമിനിസത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിബറൽ, സോഷ്യൽ അല്ലെങ്കിൽ മാർക്സിസ്റ്റ്, റാഡിക്കൽ തുടങ്ങിയവയൊക്കെയാണ് ഫെമിനിസത്തിന്റെ പ്രധാന ശാഖകൾ അല്ലെങ്കിൽ ടൈപ്സ് എന്നായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇവയുടെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ലിബറൽ ഫെമിനിസം. ലിബറൽ ഫെമിനിസം എന്താണ്? ലിബറൽ എന്ന് വെച്ചാൽ ഫ്രീഡം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ ലിബറൽ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഫെമിനിസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫെമിനിസത്തിന്റെ ഒരു പ്രധാന ഉപവിഭാഗമാണ് എന്ത്? ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത്. അത് ലിബറൽ ജനാധിപത്യ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ജുഡീഷ്യൽ രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ ലിംഗസമത്വം കൈവരിക്കുന്നതിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നിയമപരമായ അവകാശങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ സാധ്യത, സ്ത്രീകളുടെ വ്യക്തിത്വ വികാസം എന്നിവയ്ക്കൊക്കെ ഇവ ഊന്നൽ നൽകുന്നു. ഇത് പലപ്പോഴും സാമ്പത്തികമായി കേന്ദ്രീകൃതവും സാംസ്കാരികമായി പുരോഗമനപരവുമായി കണക്കാക്കപ്പെടുന്നു. ലിബറൽ ഫെമിനിസ്റ്റുകൾ രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നു. 19ാം നൂറ്റാണ്ടിൽ പ്രസ്ഥാനം സ്ഥാപിതമായത് മുതൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലായ്പ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ സജീവ പങ്കാളികളായിരുന്നു അല്ലെങ്കിൽ അംഗങ്ങളായിരുന്നു. തുല്യ രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ പുരോഗമന പുരുഷന്മാർ സ്ത്രീകളോടൊപ്പം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ചരിത്രപരമായിട്ട് ലിബറൽ ഫെമിനിസം സോഷ്യൽ ലിബറലിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിൽ സോഷ്യൽ ലിബറലിസത്തിൽ നിന്നും നമുക്ക് ലിബറൽ ഫെമിനിസത്തിന്റെ ചരിത്രപരമായ വേരുകളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. പൊതുനന്മ എപ്പോഴും വ്യക്തിയുടെ
സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സോഷ്യൽ ലിബറലിസ്റ്റുകളുടെ അഭിപ്രായം. ഈ ലിബറൽ ഫെമിനിസ്റ്റുകളുടെ പ്രധാന ലക്ഷ്യം എന്നത് സ്ത്രീകൾക്ക് വോട്ടവകാശം നേടുക എന്നതായിരുന്നു. അതിലൂടെ അവർക്ക് സാമൂഹിക സ്വാതന്ത്ര്യം നേടാനാകും എന്നതായിരുന്നു ലിബറൽ ഫെമിനിസ്റ്റുകളുടെ പ്രധാന ലക്ഷ്യം. ലിബറൽ ഫെമിനിസത്തിന്റെ മറ്റൊരു പേര് എന്നത് സമത്വവാദി അല്ലെങ്കിൽ മുഖ്യധാര ഫെമിനിസം, ഇഗാലിറ്റേറിയൻ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഫെമിനിസം എന്നാണ്. ലിബറൽ ഫെമിനിസം എന്ന വാക്ക് താരതമ്യേന സമീപകാലത്താണ് വന്നതെങ്കിലും അതിന്റെ രാഷ്ട്രീയ പൈതൃകം വളരെ പഴയതാണ്. മുൻകാലങ്ങളിൽ ലിബറൽ ഫെമിനിസത്തെ ബൂർഷ്വാ ഫെമിനിസം എന്നാണ് വിളിച്ചിരുന്നത്. ഇത് പ്രാഥമികമായി തൊഴിലാളി വർഗ സ്ത്രീകളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അത് പിന്നീട് സോഷ്യലിസ്റ്റ്, മാർക്സിസ്റ്റ് ഫെമിനിസമായിട്ട് പരിണമിക്കുകയാണ് ചെയ്തത്. 1960 മുതൽ റാഡിക്കൽ ഫെമിനിസം ലിബറൽ ഫെമിനിസത്തിൽ നിന്നും പ്രോലിറ്റേറിയൻ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് സ്ത്രീ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഫെമിനിസത്തിന്റെ ചരിത്രത്തിലെ 2, 3, 4 പ്രാഥമിക പാരമ്പര്യങ്ങളിൽ ഒന്നിൽ ലിബറൽ ഫെമിനിസവും ഉൾപ്പെടുന്നു. പ്രശസ്തമായ ഇംഗ്ലീഷ് ഫെമിനിസ്റ്റും തത്വചിന്തകനും സാമ്പത്തിക വിദഗ്ധനും സിവിൽ സർവീസുകാരനുമായിട്ടുള്ള ജോൺ സ്റ്റുവർട്ട് മിൽ തന്റെ പങ്കാളിയായിട്ടുള്ള ഹാരിയറ്റ് ടെയ്ലർ മില്ലറുമായിട്ട് 1869 സംയുക്തമായി പ്രസിദ്ധീകരിച്ച സ്ത്രീകളുടെ വിഷയം എന്ന കൃതിയിൽ വ്യക്തമാക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും സ്വതന്ത്രമായ നിലയിൽ തുല്യമായ സാമൂഹിക, വ്യക്തിത്വ, രാഷ്ട്രീയ, വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അനുഭവിക്കേണ്ടവരാണെന്നാണ്. അദ്ദേഹത്തിന്റെ ഈ കൃതി സ്വാതന്ത്ര്യത്തെയും സാമൂഹ്യ സമത്വമുള്ള ഭാവി സൃഷ്ടിക്കാൻ വേണ്ട പ്രേരക ശക്തിയായി നിലനിന്നു എന്നുള്ളതാണ്. അതുപോലെ മില്ലിന്റെ ആശയങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ ശക്തമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും അടിസ്ഥാനം തീർത്തു. അതുപോലെ തന്നെ തുല്യ പദവിയുള്ള പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളോടും പെരുമാറണമെന്ന് സബ്ജക്ഷൻ ഓഫ് വുമൺ എന്ന കൃതിയിലൂടെ വീണ്ടും നമ്മുടെ ഹാരിയറ്റ് ടെയ്ലർ മില്ലർ പറയുന്നു. ഇനി മറ്റൊരു അഡീഷൻ കൂടി പറയാം. നാഷണൽ ഓർഗനൈസേഷൻ ഫോർ വുമൺ ഇപ്പോൾ ലിബറൽ ഫെമിനിസത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഔപചാരിക ഗ്രൂപ്പാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഈ ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് ഔദ്യോഗികമായി 1966 സ്ഥാപിതമായിട്ടുള്ള ഒരു സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരങ്ങൾ കുറയുന്നതിന് കാരണമാകുന്ന നിയന്ത്രിത ലിംഗപരമായ റോളുകൾ അവസാനിപ്പിക്കണമെന്നാണ് ഈ സംഘടനയുടെ പ്രസ്താവന ആവശ്യപ്പെട്ടിരുന്നത്. ശേഷം ഇനി 2010 നവ ലിബറൽ ഫെമിനിസം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. ഈ ഒരു ലിബറൽ ഫെമിനിസവും ശേഷം 2010 നവ ലിബറൽ ഫെമിനിസം എന്ന ഒരു പ്രസ്ഥാനം പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ നിയോ ലിബറലിസത്തെ റോട്ടൻബർഗ് വിശേഷിപ്പിക്കുന്നത് സ്വയം വ്യക്തിത്വത്തിന്റെ ഒരു പുതിയ രൂപമാണ്. അത് ആളുകളെ വ്യക്തിഗത വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. 1980 മുതലാണ് ലിബറൽ ഫെമിനിസത്തിന്റെ വൈവിധ്യമാർന്ന ഇക്വിറ്റി ഫെമിനിസം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇതൊരു തരം പരമ്പരാഗത ലിബറൽ അല്ലെങ്കിൽ ലിബർട്ടേറിയൻ ഫെമിനിസമാണ്. അത് കാര്യമായ സാമൂഹിക പ്രക്ഷോഭങ്ങളെക്കാൾ നിയമത്തിനു മുമ്പിലുള്ള സമത്വത്തിനും തുല്യ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും കൂടുതൽ ഊന്നൽ നൽകി എന്നുള്ളതാണ്. ഇനി പൊതുവായിട്ട് നമുക്ക് കുറച്ച് ലിബറൽ ഫെമിനിസ്റ്റുകളെ പരിചയപ്പെടാം. അതായത് ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റുകൾ, ആദ്യ തരംഗത്തിൽ ഉണ്ടായിരുന്ന ഫെമിനിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് മേരി ഉൾസൺ ക്രാഫ്റ്റ്, ജോൺ സ്റ്റുവർട്ട് മിൽ, ഹെലൻ ടെയ്ലർ, എലിസബത്ത് കാഡി സ്റ്റാൻഡ്, ഗിന ക്രോഗ് തുടങ്ങിയവരാണ്. അതുപോലെ സെക്കൻഡ് വേവിലെ ഫെമിനിസ്റ്റുകൾ എന്നത് ബെറ്റി ഫ്രീഡൻ, ഗ്ലോറിയ സ്റ്റേനം, സൈമൺ ഡി ബൊവയർ തുടങ്ങിയവരും. തേർഡ് വേവിൽ വരുമ്പോൾ റെബേക്ക വാക്കർ, ഈവ് എൻസ്ലർ, കിംബർലി ക്രെൻഷോ തുടങ്ങിയവരുമാണ്. ലിബറൽ ഫെമിനിസ്റ്റുകൾ സ്വീകരിച്ച ഒരു ശാഖയാണ് സാംസ്കാരിക ഫെമിനിസം എന്നറിയപ്പെടുന്നത്, അതായത് കൾച്ചറൽ ഫെമിനിസം. ജൂഡിത്ത് വൊറെയിലിന്റെ വീക്ഷണത്തിൽ കൾച്ചറൽ ഫെമിനിസം സ്ത്രീകളുടെ സഹകരണം, കരുതൽ, പോഷണം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലാണ് കൂടുതലും ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈ സമീപനം സ്ത്രീകളുടെ സമാനതയുടെയും സാമ്യതയുടെയും പരിധി വിശകലനം ചെയ്യുന്നു. ഒരു തരത്തിൽ സാംസ്കാരിക ഫെമിനിസം അല്ലെങ്കിൽ കൾച്ചറൽ ഫെമിനിസം
എല്ലാ തരത്തിലും ഫെമിനിസത്തിന്റെയും എല്ലാ തരത്തിലും നോക്കിയാലും ഇത് ഫെമിനിസത്തിന്റെയും കൂടി ഭാഗമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം സംസ്കാരത്തിന്റെ സത്ത എല്ലാ മേഖലകളിലും, അതായത് ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരമൊരു സമാനതകളൊക്കെ ഉണ്ടെങ്കിലും സോഷ്യലിസ്റ്റ് ഫെമിനിസവും സാംസ്കാരിക ഫെമിനിസവും തികച്ചും വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളാണ്. സോഷ്യലിസ്റ്റ് ഫെമിനിസം സ്ത്രീകളുടെ പീഡനത്തിന്റെ അടിസ്ഥാനപരമായ ക്യാപിറ്റലിസവും പിതൃസത്തയും, അതായത് പെട്രിയാർക്കിയും ഇവയെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ കൾച്ചറൽ ഫെമിനിസം എന്നത് സ്ത്രീകളുടെ സഹജ ഗുണങ്ങളെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യലിസവുമായി ബന്ധപ്പെട്ട ഫെമിനിസ്റ്റുകൾ സാംസ്കാരിക ഫെമിനിസത്തെ ഭാവന പ്രിട്ടൻഷ്യസ് എന്നാണ് മുദ്ര കുത്തിയിരിക്കുന്നത്. 1989 കിംബർലി ക്രെൻഷോയാണ് ആദ്യമായി ഇന്റർസെക്ഷനാലിറ്റി എന്ന പദം ഉപയോഗിച്ചത്. വംശം, ലിംഗഭേദം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള അടിച്ചമർത്തലിന്റെ വിവിധ രൂപങ്ങൾ പരസ്പരം ഇടപഴകുന്ന രീതിയാണ് ഈ വാചകം വിവരിക്കുന്നത്. ഇതൊരു അഡീഷൻ ആയിട്ട് കൂട്ടാവുന്ന ഒരു കാര്യമാണ്. ഇനി ഈ സാധ്യമായ സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതിന് വ്യത്യസ്ത സ്ത്രീകളുടെ ജീവിതത്തിൽ സ്വയംഭരണ കമ്മിറ്റികൾ സൃഷ്ടിക്കപ്പെടുന്ന അതുല്യമായ വഴികൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങളെ പ്രവർത്തന ക്ഷമമാക്കുന്ന സാഹചര്യങ്ങളുടെ ലിസ്റ്റുകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമതായി വരുന്നത് അക്രമത്തിൽ നിന്നും അതിന്റെ ഭീഷണിയിൽ നിന്നും സ്വതന്ത്രരായിരിക്കുക. ദെൻ മതിയായ ഓപ്ഷനുകൾ, അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ടായിരിക്കുക. അതുപോലെ ധാർമ്മികവും പിതൃത്വപരവും പുരുഷാധിപത്യപരവുമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനിയന്ത്രിതമായിരിക്കുക എന്നതാണ്. അതായത് സ്ത്രീകൾ എന്താണ്, ആക്രമണത്തിൽ നിന്നും ഭീഷണിയിൽ നിന്നൊക്കെ സ്വതന്ത്രത ഉണ്ടാവണമെന്നും, അതുപോലെ സ്ത്രീകൾക്ക് ഏതൊരു മേഖലകളിലും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും, അതുപോലെ തന്നെ ധാർമ്മികതയിലും പിതൃത്വപരമായ, അതായത് പെട്രിയാർക്കി, അതായത് പുരുഷാധിപത്യപരമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ എന്താണ് ഒരു അനിയന്ത്രിതമായിരിക്കണം എന്നുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ത് എന്നുള്ളതാണ്. ഇത് ഫെമിനിസത്തിന്റെ ഒരു ശാഖയാണ്. പിതൃസത്ത, അതായത് പട്രിയാർക്കി എന്ന വ്യവസ്ഥയും ചേർന്നാണ് സ്ത്രീകളുടെ പീഡനത്തിന് കാരണമെന്ന് വിശകലനം ചെയ്യുന്നു. അതായത് പെട്രിയാർക്കിയും അതുപോലെ തന്നെ അതിന്റെ വ്യവസ്ഥകളും ചേർന്നാണ് സ്ത്രീകളുടെ പീഡനങ്ങൾക്ക് കാരണമെന്നാണ് ഈ ഒരു സോഷ്യലിസ്റ്റ് ഫെമിനിസം ചർച്ച ചെയ്യുന്നത്. ഇത് പുരുഷാധിപത്യവും ക്ലാസ് വ്യവസ്ഥയുമാണ് സ്ത്രീകളുടെ സമൂഹത്തിലെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതായത് ക്ലാസ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ വർണ്ണ വിവേചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ കറുത്ത വർഗം, അതുപോലെ വൈറ്റ് വുമൺസ്, അങ്ങനെയൊക്കെ തുടങ്ങിയ ക്ലാസ് വിഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഈ സാമൂഹികവും രാഷ്ട്രീയവുമായ അടിച്ചമർത്തലുകൾ അവസാനിപ്പിക്കാൻ നിരവധി സ്ത്രീകളൊക്കെ ഇതിന് മുന്നോട്ടിറങ്ങുകയും ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പുരുഷാധിപത്യത്തെ തകർക്കാനും വോട്ടവകാശം, സ്വത്ത്, വിദ്യാഭ്യാസം എന്നിവ നേടാനും ഒക്കെ സ്ത്രീകൾ അന്നത്തെ കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതായത് ഈ ഒരു സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന്റെ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആരംഭിച്ച് 1960-കൾ വരെ നീണ്ടുനിന്ന ഫെമിനിസത്തിന്റെ ആദ്യത്തെ തരംഗം, ഫസ്റ്റ് വേവ്, രാഷ്ട്രീയ അടിച്ചമർത്തലിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള ആഹ്വാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇനി മുതലാളിത്തവും പുരുഷാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെ ഊന്നിപ്പറയുന്ന 1960-കളിലും 70-കളിലും ഫെമിനിസ്റ്റ് പ്രസ്ഥാനവും പുതിയ ഇടതുപക്ഷവും സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന് കാരണമായി. അതുപോലെ തന്നെ 1960-കളില് രണ്ടാം ലോക മഹായുദ്ധത്തോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് ഫെമിനിസം അതിന്റെ രണ്ടാം തരംഗമായ ശക്തി പ്രാപിച്ചത്. താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകളിലെ ദുർബല വിഭാഗങ്ങൾ ക്രൂരമായ വന്ധ്യീകരണത്തിന് നിർബന്ധിതരായി ഇരകളാക്കപ്പെട്ടതോടെ രണ്ടാം തരംഗമായ സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന്റെ ശ്രദ്ധ പൊതു സ്വകാര്യ അനീതികളിലേക്ക് മാറി. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുകയും വിദ്യാഭ്യാസം, സ്വത്തവകാശം മുതലായവ നേടുകയും ചെയ്യുമ്പോൾ സോഷ്യലിസ്റ്റ് ഫെമിനിസം ക്രമേണ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു ആഡ്, അതായത് കുറച്ചും കൂടി ഇതിന്റെ ഇടയിൽ കുറച്ച് ആഡിങ്സുകളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള മറ്റൊരു ആഡാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസത്തെ നിർവചിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിച്ചതിന്റെ ബഹുമതി
കാൾ മാർക്സ് നിങ്ങൾക്കറിയായിരിക്കും. കാൾ മാർക്സിന്റെ മകളായ എലീനർ മാർക്സ് ആയിരുന്നു ഈ സോഷ്യലിസ്റ്റ് ഫെമിനിസത്തെ നിർവചിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സഹായിച്ച ഒരു പ്രധാന വ്യക്തി എന്നാണ് പറയുന്നത്. 1960-70കളില് മുതലാളിത്തത്തിന്റെയും പുരുഷാധിപത്യ സങ്കല്പങ്ങളുടെയും പരസ്പര ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പുതിയ ഇടതുപക്ഷത്തിന്റെയും വളർച്ച അക്ഷരാർത്ഥത്തിൽ എന്താണ് സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന് ആക്കം കൂട്ടി എന്നുള്ളതാണ്. സ്ത്രീകളുടെ സ്വകാര്യവും ഗാർഹികവും പൊതുവായതുമായ വേഷങ്ങൾ ഇതിനകം തന്നെ മേരി വുൾസൺ ക്രാഫ്റ്റിന്റെ കൃതിയായ എ വിൻഡിക്കേഷൻ ഓഫ് ദി വുമൺസ് റൈറ്റ്സ് ഓഫ് വുമൺ 1792 എന്ന കൃതിയില് ചർച്ചാ വിഷയമാക്കിയ കാര്യമായിരുന്നു. അതുപോലെ കാരോൾ ഹാനിഷ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ത്രീകളുടെ കൂട്ടായ്മകൾ രൂപീകരിക്കുക എന്ന ആശയവും ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഇനി പൊതുവായിട്ട് പറയപ്പെടുന്ന കുറച്ച് സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. യൂനോ ഷിസുക്കോ, അവൻ ഷെൻ, അന്ന വീലർ, വില്യം തോംസൺ, ഫ്ലോറ ട്രിസ്റ്റിയൻ, ഷാർലറ്റ് പെൻകിൻസ് ഗിൽമാൻ, ക്ലാര സെറ്റ്സ്കിൻ, എലനോർ മാർക്സ് തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകളാണ്. ഇനി സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേജർ ഇഷ്യൂസ് ഓഫ് സോഷ്യലിസ്റ്റ് ഫെമിനിസം. ഫസ്റ്റ് വൺ വരുന്നത് ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളതാണ്. 1930കളിൽ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റായ ക്ലൗഡിയ ജോൺസ് ഫെമിനിസ്റ്റ് ചിന്തകളിൽ ഇന്റർസെക്ഷനാലിറ്റിയുടെ പ്രാരംഭ വിചാരങ്ങൾ പ്രതിപാദിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അതായത് ഇന്റർസെക്ഷനാലിറ്റി എന്ന ആ ഒരു കാര്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ച ഒരു സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റായ വ്യക്തിയായിരുന്നു ക്ലൗഡിയ ജോൺസ് എന്ന് പറയുന്നത്. അതുപോലെ റേസ്, ജെൻഡർ, ക്ലാസ് എന്നിവയിലൂടെയൊക്കെ മാത്രമേ സ്ത്രീകളുടെ പൂർണ്ണമോചനത്തിലുള്ള മാർഗം കാണാനാകൂ എന്നാണ് ജോൺസ് ഊന്നി പറയുന്നത്. മാത്രമല്ല വെറും ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ പദവി നിശ്ചയിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാല് ക്ലൗഡിയ ജോൺസ് ഇന്റർസെക്ഷനാലിറ്റിയുടെ തത്വവാദത്തിന് ആദ്യം അടിത്തറ ഒരുക്കി എന്നുള്ളതാണ്. അവർ നയിച്ച ട്രിപ്പ് ഓപ്പറേഷൻ, അതായത് വർഗം, ലിംഗം, ക്ലാസ് തുടങ്ങിയ 3 ആശയങ്ങളും ഇന്നത്തെ ഇന്റർസെക്ഷനിൽ ഫെമിനിസത്തിന്റെ പ്രാരംഭ രൂപമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഈ ചിന്തകൾ സ്ത്രീ സമത്വത്തിന്റെയും സാമൂഹിക നീതിയുടെയും പ്രാധാന്യങ്ങൾ ആഴത്തിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. ഇനി രണ്ടാമതായി പറയുന്നത് രക്ഷാകർതൃത്വവും സ്വകാര്യ മേഖലയും, അതായത് പാരന്റിങ് ആൻഡ് ദ പ്രൈവറ്റ് റെലം. ഇവിടെ സ്ത്രീകളുടെ അധ്വാനം മുതലാളിത്തത്തെ എങ്ങനെ നിലനിർത്തുന്നു എന്നാണ് പ്രശസ്ത എഴുത്തുകാരിയായ അന്ന വീലറും വില്യം തോംസണും വിശദീകരിക്കുന്നത്. വീലറും തോംസണും പറയുന്നതനുസരിച്ച് സ്ത്രീകൾ മുതലാളിത്തത്തിന് അത്യന്താപേക്ഷിതമാണ്. കാരണം അവർ കുട്ടികളെ പ്രസവിക്കുകയും വീട് പരിപാലിക്കുകയും ചെയ്യുന്നു. അവരില്ലാതെ മുതലാളിത്തത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ്. അതായത് സ്ത്രീകളെ വീട്ടിലെ അടിമകൾ എന്ന പരമ്പരാഗത സമ്പ്രദായത്തോട് കടുത്ത വിമർശന മനോഭാവം സ്വീകരിച്ചവരാണ് ഈ പറയുന്ന വില്യം തോംസണും അന്ന വീലറും. അപ്പോ ഇവർ രണ്ടുപേരും അവരുടെ പ്രധാനപ്പെട്ട ആശയം എന്നത് എന്താണ്? സ്ത്രീകൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക അല്ലെങ്കിൽ പ്രവേശിക്കുക എന്നതും സ്വകാര്യ മേഖലയുടെ ചുമതലകൾ പുതിയ തലത്തിലേക്ക് നിർമ്മിക്കുകയും ചെയ്യുക എന്നതുമായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ടോക്സിക് മെസ്കുലിനിറ്റി, വിഷപുരുഷത്വം എന്നതാണ്. ഇവിടെ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ വിഷലിപ്തമായ പുരുഷത്വം പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും ബൈനറി അല്ലാത്ത വ്യക്തികളെയും ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ്. പുരുഷന്മാർ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കണം എന്ന ആശയം വിഷപുരുഷത്വം എന്നറിയപ്പെടുന്നു. ഈ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ ശക്തവും വികാരരഹിതവുമാണ്. പുരുഷന്മാർ അവരുടെ നിയുക്ത സജീവ പുരുഷ സ്ഥാനങ്ങളിൽ നിലനിർത്തപ്പെടുന്നു. അതേസമയം സ്ത്രീകൾക്ക് കീഴ്വഴക്കമുള്ള റോളുകളാണ് നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാല് ടോക്സിക് മസ്കുലിനിറ്റി എന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മാനസികവും സാമൂഹികവുമായ തിരിച്ചടി ഉണ്ടാക്കുന്ന അവബോധങ്ങളുടെ ഉൽപ്പന്നമാണ് എന്നതാണ്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പിതൃസത്തയുടെ, അതായത് പെട്രിയാർക്കിയുടെ മാനസികവും ശാരീരികവുമായ ചങ്ങലകളിൽ നിന്നും പുരുഷന്മാർ മോചിതരാകണം എന്നാണ് പറയുന്നത്. അടുത്തതായി വരുന്നത് ലിംഗവേതന വ്യത്യാസം, അതായത് ജെൻഡർ പേ ഗ്യാപ്പ്.
ഈ ആശയം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വേതനങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തെയാണ് വിശദീകരിക്കുന്നത്. റോസ് മേരി ടോം എന്ന ഫെമിനിസ്റ്റ് തത്വചിന്തകയിൽ നിന്ന് ഈ വിഷയത്തെ ലിംഗസമത്വത്തിന്റെയും സാമൂഹിക നീതിയുടെയും കോണുകളിൽ നിന്ന് വിലയിരുത്താനായിട്ട് കഴിയും. അവർ ഫെമിനിസത്തിന്റെ വിവിധ പ്രസ്ഥാനങ്ങളെയും ആശയങ്ങളെയും അതിൽ ഉൾപ്പെടുന്ന വിവിധ കോണുകൾക്കിടയിലെ സാമ്യം, വ്യത്യാസം എന്നിവ വിലയിരുത്തുകയും അതിനെ സമഗ്രമായ ഒരു ചർച്ചയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ജെൻഡർ പേ ഗ്യാപ്പിനെ സംബന്ധിച്ച് ടോമിന്റെ ചിന്തകളെ പരിഗണിച്ചാല് അത് ഫെമിനിസത്തിന്റെ മൂല കാരണങ്ങൾക്കൊപ്പം ലിംഗ സാമ്പത്തിക അടിത്തറയിൽ കേന്ദ്രീകരിക്കുന്നു. പുരുഷാധിപത്യത്തിന് കീഴിൽ സ്ത്രീകളുടെ അധ്വാനം ദ്വിതീയ വേതനമായി കാണുന്നു. സ്ത്രീകളായതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുറഞ്ഞ വേതനം ലഭിക്കുന്നതെന്ന് ടോം ഉറപ്പിച്ചു പറയുന്നു. ഇത് തികച്ചും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാദമാണ്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ സോഷ്യലിസ്റ്റ് ഫെമിനിസം വ്യക്തമായും മാർക്സിസ്റ്റ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവ രണ്ടും തമ്മിൽ പ്രധാന വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് അവഗണിക്കാനും ആവില്ല. അതുപോലെ സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന്റെ ആശയങ്ങൾ ലൈംഗികതയിലും ലിംഗഭേദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാർക്സിസ്റ്റ് സിദ്ധാന്തം ഒരു പ്രത്യയശാസ്ത്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള സ്വത്തും സാമ്പത്തിക സാഹചര്യങ്ങളെയുമാണ് ഊന്നി പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? മാർക്സിസ്റ്റ് ഫെമിനിസം എന്താണ് എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് ഫെമിനിസത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്ര തരമാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രത്യുൽപാദനപരവും വൈകാരികവുമായ അധ്വാനത്തിന് തുല്യമായ പ്രതിഫലനത്തിലൂടെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന തിരിച്ചറിവോടെയാണ് 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഇത് ആരംഭിച്ചത്. ഇത് മാർക്സിസ്റ്റ് ഫെമിനിസം ആരംഭിച്ചത് എന്നാണ് 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വെച്ചിട്ടാണ് ആരംഭിച്ചത്. മാർക്സിസ്റ്റ് ഫെമിനിസം ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കിയുള്ള അസമമായ തൊഴിൽ വിഭജനം സൃഷ്ടിക്കുന്ന സ്ത്രീകൾക്കെതിരായ അടിച്ചമർത്തലിനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്ത്രീകളും പുരുഷന്മാരും ധർമ്മസങ്കടങ്ങൾക്ക് വിധേയരാവുകയും അവിടെ സ്ത്രീകളുടെ കാഴ്ചപ്പാട് പരിഗണിക്കുമ്പോൾ അവർ ചെയ്യേണ്ട ജോലിയുടെ അളവ് മാനിക്കപ്പെടുകയോ കണക്കാക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല അവർ കൂടുതൽ സമയവും കർശനമായ കാലയളവുകളിലേക്കും ജോലിയിൽ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതുപോലെ കൂലിയുടെ കാര്യത്തിൽ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ പൊതുവായിട്ട് പറയുന്നത്. ഇനി തൊഴിൽ സാഹചര്യങ്ങൾ എന്താണ്? വളരെ വിഷലിപ്തമാണ്. ഈ അവസ്ഥയ്ക്കുള്ള പ്രതിവിധി മുതലാളിത്തത്തിന്റെ പിടിയിൽ നിന്നുള്ള മോചനമാണ്. മാർക്സിസ്റ്റ് ഫെമിനിസം ഇനി പറയുന്ന വശങ്ങളിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് വർഗരഹിത സമൂഹം, ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞാല് മാർക്സിസ്റ്റ് ഫെമിനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഉയർന്നതും താഴ്ന്നതുമായ വിഭാഗങ്ങൾ ഇല്ലാത്ത ഒരു വർഗരഹിത സമൂഹം ഉണ്ടാക്കുക എന്നതാണ്. ഇനി രണ്ടാമത് പറയുന്നത് തുല്യ വേതനം എന്നതാണ്, ഈക്വൽ പേ. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തൊഴിൽ ഇൻപുട്ട് ഒരുപോലെയാണെങ്കിൽ ഇരുവർക്കും വേതനം നൽകണം എന്നതാണ്. അതായത് സമമായ ജോലിക്ക് സമമായ വേതനം എന്ന ആശയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമാനമായ ജോലികൾ ചെയ്യുമ്പോൾ അവർക്കുള്ള ആ വേലയുടെ പ്രതിഫലം ഏകീകൃതമായിരിക്കണം എന്ന പ്രമേയമാണ് ഇവിടെ അടിസ്ഥാനമാക്കുന്നത്. ഇനി വരുന്നത് പ്രത്യുൽപാദന തൊഴിൽ, റീപ്രൊഡക്റ്റീവ് ലേബർ. വീട്ടുജോലികളും കുട്ടികളെ പ്രസവിക്കുന്നതോടക്കം കൂലിയില്ലാത്ത ഒരുപാട് പ്രത്യുൽപാദന പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ പ്രക്രിയയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ തന്ത്രങ്ങൾ ഭാവി തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. അതായത് പുതിയ തലമുറകൾ, ഭാവി തലമുറകളെ സൃഷ്ടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പ്രത്യുൽപാദന പ്രവർത്തനങ്ങളിലൊക്കെ സ്ത്രീകൾ ഏർപ്പെടുമ്പോൾ അവരെ പരിപാലിച്ച് അവരുടെ ആ പുതിയ തലമുറയെ വാർത്തെടുക്കാനൊക്കെ ആയിട്ട് അവരുടെ ഈ സ്ത്രീകൾ ഇത്തരം ഒരു തന്ത്രങ്ങളൊക്കെ സഹായകരമാകുന്നു എന്നാണ് പറയുന്നത്. മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ഈ വശങ്ങൾ സിദ്ധാന്തീകരിക്കുകയും മുതലാളിത്തത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ ലൈംഗികതയെയും ശരീരത്തിന്റെ സമഗ്രതയെയും നിയന്ത്രിക്കാൻ ഭരണകൂടത്തെ മാറ്റുന്നതിൽ മുതലാളിത്തം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. സ്ത്രീകളെ അടിച്ചമർത്തുകയും പുരുഷന്മാർക്ക് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഇടമായി കുടുംബം മാറി. അതുപോലെ
ശമ്പളത്തിലും പദവിയിലും ലിംഗവ്യത്യാസം സൃഷ്ടിക്കപ്പെട്ടു എന്നതുമാണ് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ വേജസ്, സാമൂഹിക വേതനം. മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നത് വീട്ടിലെ തൊഴിലുകൾ, അതായത് കുക്കിംഗ്, ക്ലീനിങ്, കെയർ ഗിവിങ് തുടങ്ങിയ ചരിത്രപരമായി സ്ത്രീവിരുദ്ധമായ പ്രവർത്തനങ്ങളായി കണക്കാക്കപ്പെടുകയും ഇത്തരം ജോലികൾ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന മിഥ്യകളാണെങ്കിലും അവർക്കായി വേതനം നൽകുന്നില്ലെന്നും അത് സ്ത്രീകളുടെ ചുമതല മാത്രമായി കണക്കാക്കുന്നു എന്നുള്ളതുമാണ്. അതായത് ഒരു സോഷ്യൽ വേജസ് എന്ന് പറയുന്ന സാമൂഹികപരമായിട്ട് സ്ത്രീകളുടെ തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? വീട്ടിലെ ജോലികള്, അതുപോലെ കുക്കിംഗ്, കെയർ ഗിവിങ്, ക്ലീനിങ് തുടങ്ങിയവയൊക്കെ ഒരു തൊഴിൽ തന്നെയാണ്. എന്നാൽ പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ അതിനൊന്നും സ്ത്രീകൾക്ക് എന്ത് നൽകുന്നില്ല, ഒരു ശമ്പളം ലഭിക്കുന്നില്ല, ഒരു കൂലി ലഭിക്കുന്നില്ല. അതൊക്കെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന മിഥ്യകളാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ സ്ത്രീകളുടെ ചുമതലകൾ മാത്രമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ സോഷ്യൽ വേജസ് എന്താണ്? വനിതകളുടെ അൺപെയ്ഡ് ലേബറിന്റെ മൂല്യം അംഗീകരിക്കാനും സാമ്പത്തിക നിയമങ്ങൾ പുനർസംഘടിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് മാർക്സിസ്റ്റ് ഫെമിനിസത്തിന്റെ ഒരു കേന്ദ്ര തത്വം കൂടിയാണ്. അസമത്വങ്ങളെ വേരോടെ നീക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു സോഷ്യൽ വേജസ് കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് വീട്ടുജോലിക്കുള്ള കൂലി, അതായത് വേജസ് ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക്. ഇത് മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ ഒരു പ്രധാന സിദ്ധാന്തമായാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ആശയം സ്ത്രീകൾ മിക്കവാറും ചെയ്യുന്ന ഹൗസ് ഹോൾഡ് വർക്ക്, സംസാരം, കുടുംബ പരിപാലനം എന്നിവയ്ക്ക് വേതനം നൽകി മൂല്യപ്പെടുത്തുക എന്ന ആവശ്യം പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ഈ ഒരു വേജസ് ഫോർ ഹൗസ് ഹോൾഡ് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവർ വീട്ടിൽ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും എന്താണ് തുല്യമായ ഒരു മൂല്യം കൽപ്പിക്കുക, ഒരു വേതനം നൽകുക എന്ന ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടായിരുന്നു. സ്വകാര്യ സ്വത്തും സാമ്പത്തിക ആധിപത്യവും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനുള്ള പ്രധാന കാരണങ്ങളായിരുന്നു. അതായത് ആധിപത്യം എന്ന് പറയുമ്പോൾ ആ പുരുഷാധിപത്യം അതുപോലെ അവരെ ചൂഷണം ചെയ്യുന്ന രീതികളൊക്കെ എന്താണ് ഈ ഒരു വേജസ് ഫോർ ഹൗസ് ഹോൾഡ് വർക്ക് എന്നതിന് പ്രധാന കാരണങ്ങളായിരുന്നു, അവർക്ക് നൽകാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളായിരുന്നു. ഇനി ഇന്റർസെക്ഷനാലിറ്റി എന്താണെന്ന് നോക്കാം. ഇന്റർസെക്ഷനാലിറ്റി എന്ന പദം ലിംഗഭേദം, വംശം, ജാതി മുതലായവയെ അടിസ്ഥാനമാക്കിയുള്ള സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. മാർക്സിസ്റ്റ് ഫെമിനിസം ജാതി, സമുദായങ്ങൾ, പ്രദേശങ്ങൾ മുതലായവയുടെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ സംഘടിപ്പിക്കുന്നു. വ്യത്യസ്ത സ്വത്വങ്ങളുള്ള ആളുകളുടെ വ്യാപകമായ ഇടപെടലിന് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇന്റർസെക്ഷണൽ ഓർഗനൈസേഷൻ സമീപകാലത്തെ അടിച്ചമർത്തലിലും ചൂഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കൊപ്പം സാമൂഹിക പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. കൃഷിയിലും വ്യവസായത്തിലും തൊഴിലാളികൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്തു. നെക്സ്റ്റ് വരുന്നത് വൈകാരിക അധ്വാനം, ഇമോഷണൽ ലേബർ. ഭൗതികമല്ലെങ്കിലും കുടുംബാംഗങ്ങളുടെ വൈകാരിക സന്തുലിതാവസ്ഥ സുസ്ഥിരമായി നിലനിർത്തുന്നതിൽ ഇത്തരത്തിലുള്ള അധ്വാനം പ്രധാനമാണ്. മുഴുവൻ കുടുംബത്തിന്റെയും ക്ഷേമം ഉറപ്പാക്കാൻ സ്ത്രീ അംഗങ്ങൾ പൂർണ്ണമായ ഇടപെടൽ നടത്തണം എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം. നെക്സ്റ്റ് വരുന്നത് ക്രിയാത്മകമായ തൊഴിൽ, അഫക്റ്റീവ് ലേബർ. മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകളായ മൈക്കൽ ഹാഡ്, ആന്റോണിയോ നെഗ്രി, ഷിലോ വിറ്റ്നി തുടങ്ങിയവരുടെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ വ്യക്തിപരവും സാമ്പത്തികവുമായ ജീവിതങ്ങൾ തമ്മിലുള്ള സൂക്ഷ്മമായ രേഖയെയാണ് അഫക്റ്റീവ് ലേബർ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെയാണ് അഫക്റ്റീവ് ലേബർ വേർതിരിക്കുന്നത്. സ്ത്രീകൾ സംഭാവന ചെയ്യുന്ന ഗാർഹിക തൊഴിൽ സാമ്പത്തികമായി വിലമതിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം അത് മൊത്തത്തിലുള്ള ഒരു ഉൽപാദനത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. മാർക്സിയൻ ഫെമിനിസ്റ്റുകൾ പ്രത്യാശിക്കുന്നത് ക്രിയാത്മകമായ അധ്വാനം സമത്വം കൊണ്ടുവരും എന്നതാണ്. സ്ത്രീകൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ കെരോൾ കെരിയോള, ഏഞ്ചല ഡേവിസ്, റായ ദുനൈവ, സിൽവിയ ഫ്രെഡറിക്സ്, ഷുലാമിത് ഫയർസ്റ്റോൺ, ക്ലാര ഫ്രേസർ, അനുരാധ ഗാന്ധി, ക്ലോഡിയ ജോൺസ് തുടങ്ങിയവരാണ്. ഇതുപോലെ US-ലെ മാർക്സിസ്റ്റ് ഫെമിനിസം 1930-കളിൽ ലിംഗവിവേചനത്തിനും വർഗ ചൂഷണത്തിനും പുറമെ വ്യവസ്ഥാപരമായ വംശീയതയുടെയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു.
തൽഫലമായിട്ട് ലോകമെമ്പാടും സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിന്റെ വിവിധ രൂപങ്ങൾ ഉടലെടുക്കാൻ കാരണമായി. മാത്രമല്ല മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, USSR, കിഴക്കൻ യൂറോപ്പ് എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാന സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ അവകാശങ്ങൾക്കും വിഭവങ്ങൾക്കും സ്ത്രീകൾക്ക് തുല്യമായ പ്രവേശനത്തിന് ഔദ്യോഗികമായ പിന്തുണ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നെക്സ്റ്റ് വരുന്നത് റാഡിക്കൽ ഫെമിനിസം എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1960-കളിൽ വികസിച്ച രണ്ടാം തരംഗ സെക്കൻഡ് വേവ് ഫെമിനിസം പുരുഷാധിപത്യത്തെ ഒരു ട്രാൻസ് ഹിസ്റ്റോറിക്കൽ പ്രതിഭാസമായി സമീപിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തു. ഇത് ആധിപത്യത്തിന്റെ ഏറ്റവും പഴക്കമേറിയതും സാർവത്രികവും പ്രാഥമികവുമായ രൂപമായി അത് പുരുഷാധിപത്യത്തെ നിർവചിക്കുന്നു. അതൊരു ആധിപത്യത്തിന്റെ മാതൃക എന്ന പദത്തിന്റെ അർത്ഥം വേരുകളുമായി ബന്ധപ്പെട്ടത് എന്നതാണ്. റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ലക്ഷ്യമിടുന്നത് എന്താന്ന് വെച്ചാല് പുരുഷാധിപത്യത്തിന്റെ മുഴുവൻ വ്യവസ്ഥിതിയും തകർക്കുക എന്നതാണ്. ഷെൽട്ടണിന്റെയും ആഗറിന്റെയും അഭിപ്രായത്തിൽ ലിബറൽ ഫെമിനിസ്റ്റുകൾ ജോലി സ്ഥലത്തെയും നിയമപരമായ മാറ്റങ്ങളെയും ലിംഗ അസമത്വത്തിന്റെയും അടിസ്ഥാനമായി ഊന്നിപ്പറയുന്നു എന്നതാണ്. അതുപോലെ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ആധിപത്യത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പ്രധാന സെറ്റായി പുരുഷാധിപത്യത്തെ കുടുംബത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. ചില പ്രധാനപ്പെട്ട റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ടി ഗ്രേസ് അറ്റ്കിൻസൺ, സൂസൻ ബ്രൗൺ മില്ലർ, ഫിലിസ് ചെസ്റ്റർ, കോറിൻ ഗ്രാഡ് കോൾമാൻ, മേരി ഡാലി, ആൻഡ്രിയ ഡർക്കിൻ, ഷുലാമിത് ഫയർസ്റ്റോൺ, ജെർമെയിൻ ഗ്രേയർ, കാരോൾ ഹാനിഷ്, എലൻ വില്ലിസ് തുടങ്ങിയവരാണ്. ഇനി റാഡിക്കൽ ഫെമിനിസ്റ്റുകളുടെ പ്രാഥമിക ആശങ്കകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാൽ ഗർഭധാരണം, ഗർഭഛിദ്രം, ഗർഭനിരോധന മാർഗം അല്ലെങ്കിൽ സ്വതന്ത്രമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള തിരഞ്ഞെടുപ്പ് എന്നിവ ഉൾപ്പെടെ സ്ത്രീകൾക്ക് പ്രത്യുൽപാദന സ്വാതന്ത്ര്യം നൽകുക, വ്യക്തിപരമായ ഇടപെടലുകളും പൊതുജനങ്ങളിലും പരമ്പരാഗത ലിംഗപരമായ റോളുകൾ വിലയിരുത്തുകയും പിന്നീട് ഇല്ലാതാക്കുകയും ചെയ്യുക, നയങ്ങൾ, അശ്ലീല സാഹിത്യം, ചിലരെങ്കിലും സ്ത്രീകളെ ദ്രോഹിക്കുന്ന ഒരു ബിസിനസ്സും ഒരു സമ്പ്രദായവുമാണെന്ന് തിരിച്ചറിയൽ തുടങ്ങിയവയാണ് ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകളുടെ പ്രാഥമികമായ ആശങ്കകളിൽ പെടുന്ന കാര്യങ്ങൾ. ഇനി അവർ പല വീക്ഷണങ്ങളോടും വിയോജിക്കുന്നുമുണ്ട്. അത്തരം വീക്ഷണങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ലൈംഗികമായി പ്രേരിതമായ ഒരു പ്രവൃത്തി എന്നതിലുപരി പുരുഷാധിപത്യ ശക്തിയുടെ പ്രകടനമായാണ് ബലാത്സംഗത്തെ കാണുന്നത്. അതുപോലെ പുരുഷാധിപത്യത്തിന് കീഴിലുള്ള സ്ത്രീകളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നതായി വേശ്യാവൃത്തിയെ അംഗീകരിക്കപ്പെടുന്നു. മാതൃത്വം, വിവാഹം, അണുകുടുംബം, ലൈംഗികത എന്നിവയെക്കുറിച്ചുള്ള ഒരു പരിശോധന നമ്മുടെ സംസ്കാരത്തിന്റെ എത്രത്തോളം പിതാധിപത്യ അനുമാനങ്ങളെ അധിഷ്ഠിതമാണ് എന്ന ചോദ്യം ഉയർത്തുന്നു. ഗവൺമെന്റും സഭയും പോലെ ചരിത്രപരമായി പുരുഷാധിപത്യ അധികാരത്തിൽ അധിഷ്ഠിതമായ മറ്റ് സ്ഥാപനങ്ങളുടെ വിമർശനം തുടങ്ങിയവയ്ക്കാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ വിയോജിക്കുന്ന വീക്ഷണങ്ങൾ. ഇനി റാഡിക്കൽ സ്ത്രീകളുടെ സംഘടനകൾ, ബോധവൽക്കരണ സംഘടനകൾ, സജീവമായ സേവന വിതരണം, പ്രതിഷേധ ആസൂത്രണം, സാംസ്കാരികവും കലാപരവുമായ പരിപാടികൾ സംഘടിപ്പിക്കൽ എന്നിങ്ങനെ വിവിധ തന്ത്രങ്ങളൊക്കെയാണ് ഇവർ പ്രയോഗിച്ചിരുന്നത്. കൂടുതൽ ലിബറൽ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകളും റാഡിക്കൽ ഫെമിനിസ്റ്റുകളും സർവകലാശാലകളിലെ സ്ത്രീകളുടെ പഠന പരിപാടികളെ പതിവായി പിന്തുണയ്ക്കുകയാണ് ചെയ്തിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ലിംഗവ്യവസ്ഥയിലെ അടിസ്ഥാനപരമായ അനീതി മാറ്റാൻ പൂർണ്ണമായ സാമൂഹിക പരിവർത്തനത്തെ ആവിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളുടെ അടിച്ചമർത്തലിന്റെ നിമിത്തങ്ങൾ പിതൃസത്തയാണെന്ന വാദമാണ് റാഡിക്കൽ ഫെമിനിസത്തിന്റെ അടിസ്ഥാന മൂല്യം. ഒരു വലിയ പുരുഷാധിപത്യ സംസ്കാരത്തിനുള്ളിൽ ചില റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പൊളിറ്റിക്കൽ ലെസ്ബിയനിസം, അതായത് ലെസ്ബിയനിസത്തെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി കാണുക, അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തെ ഭിന്ന ലിംഗ ലൈംഗികതയ്ക്ക് പകരമായി വാദിക്കുകയാണ് ചെയ്തത്. റാഡിക്കൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ട്രാൻസ്സെക്ഷൽ ഐഡന്റിറ്റിയിൽ ഇപ്പോഴും വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ചില റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങൾക്കായിട്ടും വാദിച്ചിട്ടുണ്ട്. ജെൻഡർ ക്രിട്ടിക്കൽ എന്നും റാഡ് ഫെം എന്നും അറിയപ്പെടുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് അവരുടെ പ്രത്യയശാസ്ത്രത്തെയും സ്വയം ട്രാൻസ് എക്സ്ക്ലൂഷണറി റാഡിക്കൽ ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ TERFS എന്നും അറിയപ്പെടുന്നു. ട്രാൻസ് പേഴ്സണുകളെ, പ്രത്യേകിച്ച് ട്രാൻസ് ഫെമിനിൻ ആളുകളെ അപകടത്തിലാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള അക്രമാസക്തമായ ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനമാണ് TERF എന്നുള്ളത്. റാഡിക്കൽ ഫെമിനിസം എന്നത് വിപ്ലവകരമായ ഒന്നായിരുന്നു. എന്നാൽ
അത് അടിച്ചമർത്തലിന്റെ പ്രാഥമിക രൂപമായി ലിംഗഭേദത്തിന് മുൻഗണന നൽകുന്നതിനാൽ അതിനൊരു ഇന്റർസെക്ഷണൽ വീക്ഷണം ഇല്ല. അതിനു മുമ്പും ശേഷവുമുള്ള പല ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും പോലെ വെള്ളക്കാരായ സ്ത്രീകളായിരുന്നു അതിൽ കൂടുതലും ഉണ്ടായിരുന്നത്. വംശീയ നീതിയിൽ അത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. കിംബർലി ക്രിൻഷോ ആദ്യമായി ഇന്റർസെക്ഷനാലിറ്റി എന്ന പദം ഉപയോഗിച്ചു. അതായത് ഈ ഇന്റർസെക്ഷനാലിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി കിംബർലോ ക്രിൻഷെ എന്ന ആളായിരുന്നു. ഫെമിനിസം അവർക്ക് മുമ്പ്, അതായത് ഈ പദം ഉപയോഗിച്ചത് മുതൽ ഫെമിനിസം അവർക്ക് മുമ്പുള്ള കറുത്ത സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്കും രചനകൾക്കും പേര് നൽകി എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനുള്ള ഒരു പ്രസ്ഥാനമായി പ്രവർത്തിച്ചു എന്നതാണ് സത്യം. ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്നത് ഇപ്പോഴും ഫെമിനിസ്റ്റുകൾക്കിടയിൽ കൂടുതൽ പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. താരതമ്യേന നോക്കുകയാണെങ്കിൽ റാഡിക്കൽ ഫെമിനിസത്തെ കൂടുതൽ വ്യക്തിത്വം ഉള്ള ശാഖയായി കണക്കാക്കപ്പെടുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ സ്ത്രീകളെ തിരിച്ചറിയുന്ന സമൂഹത്തിന്റെ മുദ്രകൾ നിലനിർത്തുന്നു. അത് മുഴുവൻ സ്ത്രീ സമൂഹത്തിനും പ്രശംസനീയവും സ്വാഗതാർഹവുമാണ്. പുരുഷ മേധാവിത്വവും അടിച്ചമർത്തലും ഒരു സമൂഹത്തിന്റെ പ്രധാന സ്വഭാവങ്ങളായിരിക്കുമ്പോൾ റാഡിക്കൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ബദൽ ആശയങ്ങൾ അവിടെ ഉയർന്നു വരികയും ചെയ്തു. ഇത് സ്ത്രീകളുടെ അടിച്ചമർത്തലിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്ന സംഘടനകളെ റാഡിക്കൽ ഫെമിനിസം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അവരിൽ ചിലർ റാഡിക്കൽ രാഷ്ട്രീയ ലെസ്ബിയനിലേക്ക് മാറുകയുമാണ് ഉണ്ടായത്. അതായത് റാഡിക്കൽ ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ടും പെട്രിയാർക്കൽ ഒരു രീതി, അല്ലെങ്കിൽ പുരുഷാധിപത്യ രീതി, പിതൃസത്ത തുടങ്ങിയവയെ അടിച്ചമർത്തുക, അതുപോലെ സ്ത്രീകളെ തങ്ങളുടെ ഗാർഹികപരമായിട്ടുള്ള തൊഴിലുകളിലൊക്കെ വേതനം നൽകുക, അതും ഒരു തൊഴിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്, അതും അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുക. അതായത് പുരുഷനെ കൂടുതൽ പുരുഷാധിപത്യത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ലിബറൽ ഫെമിനിസ്റ്റുകൾ ഇത്തരമൊരു ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ യൂണിറ്റില് വിശകലനം ചെയ്തത് ടൈപ്സ് ഓഫ് ഫെമിനിസം എന്നുള്ളതാണ്. അതായത് ഫെമിനിസത്തിന്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ, തരങ്ങൾ ഏതൊക്കെയെന്നാണ്. ഒരുപാട് തരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എല്ലാം നമ്മൾ വായിക്കുമ്പോൾ തന്നെ സമമായിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിലും അതിന്റെ ഒരു സ്വഭാവ സവിശേഷതകളിലും അത് പ്രവർത്തിച്ചു വന്ന രീതികളിലും ഒക്കെ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ച ആശയങ്ങളിലൊക്കെ വ്യത്യസ്തമാണ്. അപ്പോ കൃത്യമായിട്ട് വായിച്ചാൽ തന്നെയാണ് നമുക്ക് ഇത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.